ഓണക്കോള് വാങ്ങിക്കാൻ പണിക്കരെത്തി. മറഞ്ഞുപോകുന്ന മറ്റൊരു ഗ്രാമീണ ദൃശ്യം. വടക്കൻ മണ്ണിലെ ഈ പുരാതന കാഴ്ചയ്ക്ക് ഇനി അധികം ആയുസ്സില്ല. ഓണത്തിനും വിഷുവിനും സ്വന്തം തട്ടകത്തിലെ വീടുകളിൽ നിന്നും കിട്ടുന്ന ഓണക്കോള് വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് മലയൻ പണിക്കർ. മുമ്പുകാലത്ത് തോളിലൊരു ഭാണ്ഡക്കെട്ടും തൂക്കിയാണ് തെയ്യം കോലധാരികളായ വണ്ണാൻ മലയൻ സമുദായ അംഗങ്ങളുടെ ഈ യാത്ര. അന്ന് കോളായി നൽകിയിരുന്നത് പ്രധാനമായി നെല്ലായിരുന്നു, പിന്നെ അരിയും. ഇന്നത് കൊടുക്കാനുമില്ല, വാങ്ങാൻ താല്പര്യവുമില്ല. പണമായിട്ടാണ് എല്ലാവരും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാണ്ഡക്കെട്ടിൻ്റെ ആവശ്യവുമില്ല. കർക്കിടക മാസത്തിൽ മലയ സമുദായത്തിലെ കുട്ടികൾ കെട്ടിയാടുന്ന ആടിവേടൻ കർക്കിടകൊത്തിയും ചിങ്ങത്തിൽ വണ്ണാൻ സമുദായത്തിലെ കുട്ടികൾ കെട്ടിയാടുന്ന ഓണത്താറുമാണ് മണികിലുക്കി വീട്ടുമുറ്റങ്ങളിൽ പാടി ആടാൻ എത്താറുണ്ടായിരുന്നത്. കുഞ്ഞിത്തെയ്യം എന്നാണ് പൊതുവെ വിളിപ്പേര്. എന്നാൽ ഇന്ന് മിക്ക സ്ഥലങ്ങളിലും ഈ കുഞ്ഞിത്തെയ്യങ്ങൾ അപ്രത്യക്ഷമായി കഴിഞ്ഞു. കെട്ടാൻ കുട്ടികളെ കിട്ടാത്തതും എല്ലാ വീടിനും മതിലും ഗേറ്റും വന്നതും ഇതിന് തടസ്സമായിട്ടുണ്ട്. ദാരിദ്ര്യമില്ലാത്തതും മറ്റൊരു പ്രധാന കാരണമായി വേണം കരുതാൻ. ഇത് നിങ്ങിപ്പോൾ നടത്തുന്ന ഈ ചടങ്ങ് എന്നാണ്? അത് ഓണത്തിൻ്റെ അവകാശം, കൈനീട്ടം വാങ്ങലി. അത് ഇത് ഓണത്തിന് മാത്രമേ ഉള്ളൂ? വിഷുവിനുമുണ്ട്. കൊല്ലത്തിൽ 2 ദിവസം. അതായത് കൊല്ലത്തിൽ കർക്കിടകത്തി മലയ സമുദായവും പിന്നെ ആടിവേടൻ കിരാതിൻ്റെ ആ കഥയിൽ ഏർപ്പെട്ടതാണ്. ആടിവേടൻ ഉത്രാടം വരെ വരും. ഉത്രാടത്തിൻ്റെ തലേന്ന് കൂടെ അവർ കവർ ചെയ്യും. അതിപ്പോൾ അവർ നിർത്തി. കാരണം അവർക്ക് പറയുന്നത് കേൾക്കുന്ന അവർക്ക് പിന്നെ ഇത് കുട്ടികളെ കിട്ടുന്നില്ല അവരെ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ശരിക്കും നമുക്കൊരു അവരെ അവകാശമാണെങ്കിൽ നമുക്കൊരു ഒരു ഒരു പിന്നെ ഒരു ഐശ്വര്യമാണ് ഇവർ വന്നു പോകുന്നത്. ഞാനങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. അവർ വന്നു പോകണം, ആ വീട്ടിനൊരു ഐശ്വര്യമാണ്. അത് വന്നില്ലെങ്കിൽ നമുക്കൊരു ഇടങ്ങാറാണ്. നിലയിലാണ് ഞാൻ കരുതുന്നത്. കുഞ്ഞിത്തെയ്യം വരുന്നത് വീടിനൊരു ഐശ്വര്യമായിട്ടാണ് പഴയ തലമുറ കണ്ടിരുന്നത്. അതുപോലെ കാവുകളിലും തറവാട്ടുമുറ്റങ്ങളിലും തെയ്യക്കോലങ്ങളായി ഉറഞ്ഞാടി അനുഗ്രഹം ചൊരിയാനും ഈ 2 സമുദായക്കാർ തന്നെ വേണം. അതുകൊണ്ട് തന്നെ അവരുടെ അവകാശമാണ് ഓണത്തിനും വിഷുവിനുമുള്ള ഈ കോള് വാങ്ങാൻ വരവ്. അക്കാലത്ത് പഞ്ഞമാസങ്ങളിൽ അവർക്കതൊരാശ്വാസവുമായിരുന്നു. ഇന്ന് വണ്ണാൻ സമുദായ അംഗങ്ങൾ കോള് വാങ്ങാനുള്ള വരവ് ഈ പ്രദേശങ്ങളിൽ അന്നേ നിർത്തിക്കഴിഞ്ഞു. ഇപ്പം പൈസ പണിക്കാൻ മാത്രം മലയെ പണിക്കണം. പണ്ട് ആചാരപ്രകാരമാണെങ്കിൽ ഫസ്റ്റിൽ ഒരു പ്രാവശ്യമാണ് മലയന്മാർ വടന്മാർ വരല്. എന്നാലും പിന്നെ വണ്ണന്മാർ തെയ്യാന്ന് പിന്നെ വരല്. 2 തെയ്യം പിന്നെ വണ്ണന്മാർക്കുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഓണത്തിന് ഈ മലയന്മാർ ആദ്യമായിട്ട് പണിക്കാൻ പോകും എല്ലാ സ്ഥലത്തും. നമ്മ അരി കൊടുക്കുക. പിന്നെ മലയന്മാർക്ക് വണ്ണന്മാർക്കാണെങ്കിൽ 30-നും 28-നും 30-നും 28-നും ഓണത്താറും അങ്ങനെ 2 തെയ്യം അവർ വരും. ഇതിൽ അവർക്ക് അവരെ കൂടെ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് മുമ്പേ ഉള്ള സമ്പ്രദായം. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വേറെ ഇപ്പോൾ ഈ തെയ്യത്തിൻ്റെ ഒരു പാടലോ ഒന്നുമില്ല. അങ്ങനത്തെ അവസ്ഥ ഇപ്പോൾ നാട്ടിലുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഇയാളിപ്പോൾ പൈസ കൊടുക്കാൻ വന്നതുകൊണ്ട് ഇപ്പോൾ അത് പറയാനായി. അതന്നെ നമ്മളതിൽ ഇപ്പോൾ പൈസ വാങ്ങാൻ വരുന്നൊന്നുമില്ലായിരുന്നു. ഏതായാലും ഇനി ഇവരുടെ അടുത്ത തലമുറ വീടുകൾ തോറും സഞ്ചരിച്ച് കോള് വാങ്ങാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. മറഞ്ഞുപോയ നിരവധി ഗൃഹാതുരത്വമുണർത്തുന്ന ഗ്രാമീണ കാഴ്ചകൾക്കൊപ്പം ഇതും മറയാൻ ഇനി അധികം നേരമില്ലെന്ന് വേണം കരുതാൻ. അതിനു മുമ്പ് ഒരു ചരിത്രരേഖയെന്നോണം ഇതൊന്ന് അടയാളപ്പെടുത്താൻ അവിചാരിതമായി ശ്രമിച്ചു എന്ന് മാത്രം. ന്യൂസ് ഡെസ്ക്, വടക്കൻ വാർത്തകൾ.